നഗരത്തിൽ നിന്ന് ഏറെക്കുറെ 10 കിലോമീറ്റർ മാറി കോന്നി അട്ടച്ചാക്കൽ ാണ് സജു വർഗീസിൻ്റെ വീടുള്ളത്. കഴിഞ്ഞ 21 വർഷക്കാലമായി അദ്ദേഹം കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത ബന്ധുക്കൾക്ക് ലഭ്യമായത്. കമ്പനിയുടെ ഉടമയുടെ ബന്ധു കൂടിയാണ് മരിച്ച സജു മാത്യു. 55 വയസ്സാണ് പ്രായം അദ്ദേഹത്തിന്. വീട്ടിൽ ഭാര്യയും 2 പെൺമക്കളുമാണ് ഉള്ളത്. അവർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സജി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മരിച്ച സജി വർഗീസിൻ്റെ ഭാര്യയുടെ ബന്ധുവാണ് സ്ഥാപനത്തിൻ്റെ കമ്പനിയുടെ ഉടമ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, സഹോദരി, ഭർത്താവ് ഈ അപകടത്തിൽ പെട്ട് ചികിത്സയിൽ കഴിയുന്ന സ്ഥിതി കൂടിയുണ്ട്. നമുക്ക് ലഭ്യമാവുന്ന ഈ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? ഇന്നലെ ഒരു 7:30 കൂടിയാണ് ഇങ്ങനെ TV ന്യൂസ് കാണുന്നത്. അപ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുകയും ഒരു 9 മണിയോടുകൂടിയാണ് അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ കറക്റ്റ് കിട്ടിയത്, മരിച്ചു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ അവിടുത്തെ ജോലി സംബന്ധമായ മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഇദ്ദേഹം അവിടെ എത്ര കാലമായിട്ട് ഈ ഫ്ലാറ്റിൽ തന്നെ താമസിച്ചു വരികയായിരുന്നു? 21 വർഷമായിട്ട് കുവൈറ്റി ജോലി ചെയ്തു വരുന്നു. തീ പിടിച്ചത്തിൽ ഈ വിഷവാതകം ശ്വസിച്ചാണോ? അങ്ങ് ഒപ്പം ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. 4ാമത്തെ നിലയിൽ നിന്ന് പുള്ളി ചാടി രക്ഷപ്പെട്ടു. പക്ഷേ കൈ ഒടിഞ്ഞിട്ടുണ്ട്, നെഞ്ചിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. പുള്ളി ICUവിലാണ്. പുള്ളി വിളിച്ചിരുന്നു. പുള്ളി സജുവോടെ എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ഈ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയ ആളുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, കാലിന് പരിക്കുണ്ട്, നെഞ്ചിന്, മുഖമൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നോ? എങ്ങനെ? അദ്ദേഹം സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പുക കൊണ്ടൊന്നും കാണുന്നില്ലായിരുന്നു. പുള്ളി എടുത്തു ചാടി. പിന്നെ ആംബുലൻസിൽ പുള്ളി ICU കൊണ്ടുവന്ന് പിന്നെ ബോധം വീഴുമ്പോഴാണ് വിളിച്ച് ഭാര്യയുമായിട്ട് സംസാരിച്ചത്. ഇവരുടെ ബന്ധം എങ്ങനെയാണ്? സ്ഥാപന ഉടമയുമായി, കമ്പനി ഉടമയുമായി ഇവർക്കുള്ള ബന്ധം എങ്ങനെയാണ്? വൈഫിൻ്റെ കസിനി ഉള്ളതാണ്. അടുത്ത ദിവസങ്ങളിൽ നാട്ടിലേക്ക് വരാൻ വേണ്ടി ഒരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റിലേക്ക് ഇളയ മകളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ വേണ്ടി ടിക്കറ്റും എടുത്ത് നിന്നാണ്. അപ്പോഴാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. സമീപ ദിവസങ്ങളിൽ നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നോ? മിനിഞ്ഞാന്ന് വിളിച്ച് സംസാരിച്ചിരുന്നു. ജോലി സംബന്ധമായിട്ട് യാതൊരുവിധ വിഷയവുമില്ല. നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെയാണ് പുള്ളിക്ക്. മോഡ് അഡ്മിഷനുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 10 ദിവസത്തെ അവധിക്ക് വരണം എന്നും പറഞ്ഞാണ് പുള്ളി വിളിച്ചതും സംസാരിച്ചതും. മൃതശരീരം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. എങ്കിൽ കൂടിയും കല്ലറ പണിയുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇടവകാംഗങ്ങൾ മാറിയിട്ടുണ്ട്. മർത്തോമ പള്ളിക്ക് സെമിത്തേരിയിൽ അതിനാവശ്യമായ ക്രമീകരണങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയുന്നത്. അല്ലെ, നമുക്ക് എന്നത്തേക്ക് ബോഡി നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ പുതിയതായിട്ട്? അതിനെക്കുറിച്ചൊരു ഔദ്യോഗിക വിശദീകരണം ലഭിച്ചിട്ടില്ല. അത് ലഭിക്കുന്ന മുറയ്ക്ക് അട്ടച്ചാക്കൽ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ വെച്ച് ശവസംസ്കാര ശുശ്രൂഷ നടത്തപ്പെടുന്നതായിരിക്കും. നമ്മൾ ഒരുക്കങ്ങൾ കല്ലറ പണിയുന്നടക്കം തുടങ്ങിയിട്ടുണ്ടല്ലേ? എല്ലാ ക്രമീകരണങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ഈ അപകടത്തിൽ 4 പേർക്കാണ് ജീവഹാനി നേരിട്ടത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഏറെക്കുറെ 7:30 കൂടിയാണ് സജു വർഗീസിൻ്റെ മരണവും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും പ്രദേശവാസികളും ബന്ധുക്കളുമൊക്കെ തന്നെ വലിയ ആഘാതത്തിലാണ്. ഭാര്യയും മക്കളും എത്തുന്ന ബന്ധു മിത്രാദികളോട് പോലും സംസാരിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിൽ തുടരുകയാണ്.